നമ്മൾ കുറേ നാളത്തെ ഒരാളുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോവാണ്. പക്ഷേ ആൾക്കൊരു സർപ്രൈസായിട്ട് കൊടുക്കാനാണ് ആഗ്രഹം. പക്ഷേ അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തില്ല. കാരണം നമ്മളെക്കാളും ഒക്കെ പേടിയുള്ള ഒരാളാണ്. അപ്പോൾ അത് സക്സസ് ആകുമോ ഇല്ലയോ എന്നറിയത്തില്ല. ആകുവാണെങ്കിൽ ഇത് അപ്ലോഡ് ആക്കും, അല്ലെങ്കിൽ ഇത് വെച്ച് തീരും. പിന്നെ വരുന്നുണ്ട്. പിന്നെ അവിടെ ചെന്ന് സർപ്രൈസ് കൊടുക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ ആളുടെ പേടിയൊക്കെ വെച്ചിട്ട് മേ ബി ഇവിടുന്ന് പറഞ്ഞിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. സമ്മതിക്കുകയാണെങ്കിൽ ഇത് സക്സസ് ആവും, ഇല്ലെങ്കിൽ അറിയത്തില്ല. ഹായ്, നമ്മുടെ കൂടെ ചെറിയൊരു ഷോപ്പിങ്ങിന് വരുന്നതെന്ന് പറഞ്ഞാണ് ആൻറ്റിയെ കൂടെ കൂട്ടിയത്. ആൻറ്റി ഇങ്ങനെ കൂടെ വരാറുമുണ്ട്. പിന്നെ ഷോപ്പ് എത്തുന്നതിന് മുന്നേ അവിടെ ചെന്നൊരു സീനാക്കേണ്ടതുകൊണ്ട് ഞാൻ ആൻറ്റീനോട് പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരുമെന്ന്. അപ്പോൾ ആൻറ്റി എടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ മൂക്ക് കുത്തുന്ന ഒഴിച്ച് നിൻ്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരാമെന്ന്. അങ്ങനെ ആൻറ്റിയുടെ ആണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പോകാൻ ഒരുങ്ങി. പിന്നെ അവിടെ നിന്ന് പിന്നെ ഓരോന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കുഴപ്പമില്ല ഞങ്ങളുണ്ടെന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്താണ് ഷോപ്പിലോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ബഹളമാണ് കണ്ടത്. ഷോപ്പിലെത്തി ഓരോന്ന് സെറ്റ് ചെയ്യുമ്പോഴും ആൻറ്റിക്ക് ഭയങ്കര പേടി കാരണമാണ്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ അറിയാമല്ലോ. പിന്നെ നമ്മൾ നല്ലൊരെണ്ണം സെലക്ട് ചെയ്തു. ആദ്യം ആൻറ്റി ഇഷ്ടപ്പെട്ടില്ല, കാരണം പേടിക്ക് ഇങ്ങനെ പറയുന്നത്. പിന്നെ അവസാനം നമ്മൾ സെലക്ട് ചെയ്തത് എൻ്റെ ഈ ഒരു നോസ് പിന്നാണ്. ആൻറ്റിക്ക് വലിയ സന്തോഷമൊന്നുമില്ല, പേടി കാരണമായിരുന്നു. അതിന് ഞാൻ അടിച്ചോളാം. എന്താ അടിച്ചോ? അതാണ് സെലക്ട് ചെയ്തത്. നന്നായിട്ട് വേദനിക്കും. ഒരുവിധം ആൻറ്റീനെ ഞാൻ സമാധാനിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ പാറു ഒന്നുകൂടെ ആൻറ്റീനെ പേടിപ്പിച്ചിട്ട് പറയും, അമ്മയെ പേടിക്കൊന്നും വേണ്ട, നല്ലപോലെ വേദനിക്കാതെ. ലാസ്റ്റ് ഞാൻ അവളെ വഴക്ക് പറയുമായിരുന്നു, എങ്ങനെയെങ്കിലും ഞാൻ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നീ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് മൂക്ക് കുത്താനായിട്ട് പോകും. മൂക്കിൽ കമ്മലില്ലാതെ കാണിച്ച്, ഐ മീൻ മൂക്കത്തില്ലാതെ കാണിച്ച് നമ്മൾ സീതയെ കാണാൻ പോകുന്നത് മൂക്കത്തി കുത്തിയതിന് ശേഷമാണ്. ഓക്കെ, ആൻറ്റി ഓൾറെഡി പേടിച്ചിരണ്ടിരിക്കുകയാണ്. നമ്മളും ശരിക്കും പേടിച്ചു പോയി, ഇനിയിപ്പോൾ ആൻറ്റി അവിടെ കിടന്ന് സീനാക്കുമോ എന്നൊക്കെ. പക്ഷേ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആൻറ്റിക്ക് യാതൊരു എക്സ്പ്രഷനും ഇല്ലാതെ പെട്ടെന്ന് തന്നെ മൂക്കെല്ലാം കുത്തിക്കുക. നമ്മൾ കഴിഞ്ഞോ എന്നുള്ള രീതിയായിപ്പോൾ. ആൻറ്റി ഒന്നും അറിഞ്ഞില്ല എന്നാണ് ആൻറ്റി പറഞ്ഞത്. സീതയുടെ വർഷങ്ങൾക്ക് ശേഷമൊന്നുമല്ല, ലൈഫ് ടൈം ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇല്ലില്ല, ആൻറ്റി ഇങ്ങോട്ട് നോക്ക്. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറഞ്ഞു വാ. പക്ഷെ എനിക്കൊന്നും അറിഞ്ഞില്ല കുത്തിയിട്ടുണ്ടോ. ഇതിനായിരുന്നു കുറച്ച് മുന്നേ കടന്ന് ബഹളം വെച്ച് പ്രശ്നമാക്കിയത്. അപ്പം സീതയുടെ എല്ലാ പേടിയും മാറ്റിയില്ലേ? സന്തോഷമായില്ലേ? ഇല്ലില്ല, സന്തോഷമായില്ലേ? ഒരു വേദനയില്ല, ഒട്ടും വേദന അറിഞ്ഞില്ല. നമ്മൾ സർപ്രൈസ് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ആൻറ്റിയോടെ കിടന്ന് ബഹളം വെച്ചൊക്കെ ആകും. എനിക്ക് തോന്നിയത് എന്തോ ഈ മൂക്കിൽ ഇങ്ങനെ കൊണ്ട് നമ്മളിങ്ങനെ കടുപ്പിക്കുമല്ലോ, അതേ ഒരു ഇതേ തോന്നി എനിക്ക്. പക്ഷേ ചെവിയൊക്കെ കുത്തിയപ്പോൾ നല്ല വേദന ഉണ്ടായി. എന്നാലും വേദന അറിഞ്ഞില്ല. വിചാരിച്ചത് വന്നിട്ട് ആൻറ്റി ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുമായിരിക്കും. അപ്പോൾ ഞാൻ വെച്ചു കൂടെ നിൽക്കേണ്ടി വരുമോ, ഞാൻ ബോധം കെടുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആ പുള്ളി അതാണ് എൻ്റെ ഈ ഇത്രയും കാതും കുത്തിയത്.